സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോ ലോങ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഈ വീഡിയോ ആണ് ഇത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ച് ടിപ്പുകൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ ലോങ് വീഡിയോസ് സോഷ്യൽ മീഡിയ വഴി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിനെ പിടിച്ചു നിർത്താനും നിങ്ങളുടെ വീഡിയോസിലേക്ക് കൂടുതൽ എൻഗേജ്മെൻറ്റുകൾ വരാനും കൂടുതൽ കസ്റ്റമർ നിങ്ങളിലേക്ക് വരാനും സാധ്യതയുണ്ട്. നമ്മളറിയാം, നമുക്ക് ലെങ്തി വീഡിയോസ് എടുക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ആളുകൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകാനും ഇന്നത്തെ ആളുകൾക്ക് ഒട്ടും തന്നെ ടൈമില്ല. എന്തെങ്കിലും ഒരു കാര്യം ഒരു വീഡിയോ ഒക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഷോർട്ട് വീഡിയോയിലേക്ക് പോകുന്നത് ആ വീഡിയോ നമുക്ക് കാണാനുള്ള എന്താ പറയുക ടൈം നമുക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ലോങ് വീഡിയോയിൽ നമുക്ക് ഒന്നാമത് ആൾക്കാർക്ക് ടൈമില്ലാത്ത സമയത്ത് തന്നെ ആൾക്കാർ നമ്മുടെ വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ ആൾക്കാരിൽ നമ്മുടെ വീഡിയോസ് എത്തിപ്പെടുന്നു ഉള്ളതാണ് ഈ വീഡിയോസിൽ പറയുന്നത്. നമുക്കറിയാം, ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. ചിലർ 1 മണിക്കൂർ, 45 മിനിറ്റ്, അത് അരമണിക്കൂർ, 20 മിനിറ്റ്, 15 മിനിറ്റ്, 10 മിനിറ്റ്, 5 മിനിറ്റ് ഇങ്ങനെയൊക്കെ വരുമ്പം അതിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ രീതിയിലുള്ള പ്രസൻറ്റേഷൻ നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ വരുന്ന കസ്റ്റമറിൽ നമ്മൾ വീഡിയോസിൽ 1 ബൈ 1 ആയിട്ട് പോയിൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നാമത്തെ പോയിൻ്റ് ഇതാണ്, എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ കാര്യം ഇതാണ്, എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ കണ്ടിരിക്കാനും ക്ഷമയോട് കൂടി അടുത്ത പോയിൻ്റ് എന്താണെന്ന് കേൾക്കാനും ആകാംക്ഷയുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒരു പോയിൻറ്റും കാര്യങ്ങളും ഇല്ലാതെ പറയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ മാത്രം കേട്ട് സ്കിപ്പ് ചെയ്ത് പോകാനും നെക്സ്റ്റ് വീഡിയോയിലേക്ക് മൂവ് ചെയ്യാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റിങ്, നോയ്സ്, നമ്മുടെ പുറത്തുനിന്നുള്ള സൗണ്ട്. നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഒരുപാട് സൗണ്ടുകൾ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാം. നമ്മൾ ശാന്തമായ റൂമിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യാനും മൈക്ക് ഉപയോഗിക്കാനും അതുപോലെ നല്ല ലൈറ്റിങ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു വീഡിയോ കാണുമ്പോൾ ഒന്നാമത് നമ്മൾ ഡല്ലായിട്ട് കിടക്കുന്നു, രണ്ടാമത് നോയ്സുകൾ വരുന്നു. അപ്പോൾ ഇത് പോട്ടെ എന്ന് പറഞ്ഞ് കസ്റ്റമർ അടുത്ത ഇതിലേക്ക് പോകും. നമ്മളൊക്കെ തന്നെ അങ്ങനെയാണ്, ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ നമുക്ക് ഡിസ്കംഫോർട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ എന്ത് കാര്യമാണ് പറയാൻ വന്നത് എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ കണ്ടൻറ്റിലേക്ക് നമ്മൾ ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ ആൾക്കാർ സ്കിപ്പ് അടിച്ച് പോകും. അവർക്ക് എന്തുദ്ദേശിച്ചാണ് അവർ വീഡിയോയിലേക്ക് വന്നത്. എന്തൊരു ഫുഡിൻ്റെതാണെങ്കിൽ ഫുഡിൻ്റെ കാര്യങ്ങൾ, ഫുഡ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ ഡോക്ടർ എന്തൊരു അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് നിങ്ങൾ പറയുന്നത്, എന്തൊരു കാര്യമാണ് നിങ്ങൾ പറയുന്നത് വെച്ചാൽ അത് പെട്ടെന്ന് പറയാൻ ശ്രമിക്കാം. അല്ലാതെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുമ്പോഴേക്കും കസ്റ്റമർ നമ്മളടുത്ത് പോകും. അവർക്കുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ വീഡിയോസിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ട് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ടോപ്പിക്കുകളിലേക്ക് പെട്ടെന്ന് കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മുടെ യൂട്യൂബിൻ്റെ താഴെ, നമ്മുടെ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻസിനൊക്കെ നമ്മൾ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. റിപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ പ്രോബ്ലങ്ങൾ അല്ലെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ റിപ്ലൈ ചെയ്യാം. ഇങ്ങനെ റിപ്ലൈ ചെയ്യുമ്പം അവർക്ക് അവരുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുന്നു, അവരുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ അവർ വീണ്ടും നമ്മളിലേക്ക് വരാനും അവരുടെ പ്രശ്നങ്ങൾ പറയാനും നമ്മളത് കേട്ടിട്ട് അവർക്ക് സോൾവ് ചെയ്ത് കൊടുക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ അവരെ കമൻറ്റിനൊക്കെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഇങ്ങനെ കമൻറ്റിന് റിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറൊരു ഉപകാരം കൂടിയുണ്ട്. അവരുടെ പ്രോബ്ലംസ് ആയിരിക്കും പറയാം. നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രോബ്ലംസ് അവർ പറയും. നമ്മൾ ആ പ്രോബ്ലംസ് വായിക്കുന്നതിലേക്കും നമുക്ക് നമ്മളിലേക്കൊരു ചിന്ത വരാം. നമുക്ക് അങ്ങനത്തെ വീഡിയോ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ആ പ്രോബ്ലത്തെ ഒരു വീഡിയോ ആക്കിയിട്ട് കണ്ടൻറ് ആക്കിയിട്ട് യൂട്യൂബിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ലോങ് വീഡിയോക്ക് കുറച്ചും കൂടി റീച്ച് കിട്ടാനും ആൾക്കാരിലേക്ക് കൂടുതൽ വീഡിയോ എത്തിച്ചേരാനൊക്കെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. താങ്ക് യു.